ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് കാണിച്ചു തരാൻ പോകുന്നത്. രണ്ടും ചൈനീസ് റെസിപ്പീസാണ്. എനിക്കറിയാം ഒരുപാട് പേർക്ക് ചൈനീസ് റെസിപ്പീസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു ആൻഡ് ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ്, ഇത് രണ്ടുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇത് രണ്ടും എക്സലൻറ്റ് കോമ്പിനേഷനാണ്, സൂപ്പറാണ്, വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു ആണ് ചെയ്യുന്നത്. അതിന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, വലിയ പാനാണ്. അതിലേക്ക് സാധാരണ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗാർലിക് ഇട്ട് കൊടുക്കുക. ചോപ്പ് ചെയ്ത് ചതച്ച ഗാർലിക്കാണ്. അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ചൈനീസ് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചൈനീസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കോൺ, സ്വീറ്റ് കോൺ, അതേമാതിരി സ്നോ പീസ്, ഗ്രീൻ പീസ്, അതേമാതിരി ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ബ്രൊക്കോലി, ഇതൊക്കെയാണ്. അതേമാതിരി 3 കളറിലുള്ള പച്ചക്കറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം തന്നെ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. നന്നായിട്ട് സോട്ടേ ചെയ്യുക. സോട്ടേ ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് അതിലേക്ക് ക്രഷ്ഡ് റെഡ് ചില്ലീസ്, അതായത് ചതച്ച ഉണക്കമുളക്, അതായത് എന്താണ് പറയുക, നമുക്കങ്ങനെ വെന്ത് ഉടഞ്ഞ് അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്ക് വേണ്ട. എന്നാലോ ക്രഞ്ചി ക്രിസ്പി ആയിരിക്കണം, എന്നാൽ ഇത് എല്ലാം വെന്തിരിക്കുകയും വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് നല്ല പോലെ നമ്മൾ എന്താണ് പറയുക, ചതച്ച മുളക് ഇട്ടിട്ട് നന്നായി വഴറ്റി ഇതിലേക്ക് നമ്മൾ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയാ സോസ് ഒഴിച്ചിട്ട് ലൈറ്റ് സോയാ സോസ് ആൻഡ് ഡാർക്ക് സോയാ സോസ് ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് എന്താണ് പറയുക, ഗാർലിക് ആൻഡ് ചില്ലി സോസാണ്. ഇതിലിപ്പോൾ വേരിയേഷൻസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാട്ടുള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു സേഷ്വാൻ സോസാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് ഇൻ സേഷ്വാൻ സോസായിട്ട് അത് മാറും. ഞാൻ സോയാ സോസും അതേമാതിരി തന്നെ എന്താണ് പറയുക, ചില്ലി ഗാർലിക്കും അതേമാതിരി ടൊമാറ്റോ സോസും ഈ ഒരു ബേസ് ഗ്രേവിയിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ലീവ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ അതിൽ വെള്ളം വരാൻ തുടങ്ങും. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെമി സോഫ്റ്റ് ആയിട്ടുള്ള ടോഫു ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ടോഫുവിന് പകരം നിങ്ങൾക്ക് പനീർ ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ സിൽക്കൺ ടോഫു ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡ് ടോഫു ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം ടോഫു ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ടോഫു ഒന്നാവുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ള ഫുള്ളായിട്ട് നമുക്ക് ഇത് മാത്രം കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കാട്ടുള്ളൂ. ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ലേശം കോൺഫ്ലവർ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സെമി കൺസിസ്റ്റൻസി തിക്ക് ഗ്രേവി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ആ ഒരു വെള്ളം ഒന്ന് കുറുകി അതേമാതിരി തന്നെ എല്ലാം ഒന്ന് ചേർന്ന് വന്നു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇറക്കി കൊടുക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിനാച്ച് ഇട്ട് കൊടുക്കാം, പോക്ക് ചോയ് ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ബട്ട് ഐ എം കീപ്പിംഗ് ഇറ്റ് വെരി ലോ ആൻഡ് സിമ്പിൾ. അപ്പോൾ ഇതാ നമ്മുടെ ആ കുറുകിയിട്ടുള്ള ആ ഒരു സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അതായത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് അവൈലബിൾ ആ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് ആണ്. അതിന് വോക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കുക. നല്ല പോലെ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ബേൺഡ് ഗാർലിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 12-20 അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേൺഡ് ആയിട്ടുള്ള രീതിയിൽ വേണം. ഓക്കെ, ബേൺഡ് ഗാർലിക് ആയതുകൊണ്ട് തന്നെ ബേൺഡ് ആയിട്ടുള്ള രീതിയിൽ വേണം. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് എന്താ പറയുക, ഈ ഒരു ഫ്ലേവർ പഞ്ചൻ ഫ്ലേവർ ആയിരിക്കും, ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. ആ ഒരു ഗാർലിക് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുക, ക്യാബേജ്, ക്യാരറ്റ്,
എന്താണ് പറയുക, നമ്മുടെ ഓൾ കളേഴ്സ് ഓഫ് ക്യാപ്സിക്കം എല്ലാം ഇട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡറും സോയാ സോസും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി വെക്കുക. എന്നതിന് ശേഷം കുക്ക് ചെയ്തിട്ടുള്ള ബാസ്മതി റൈസ് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുക. ബാസ്മതി റൈസ് നല്ല പോലെ തണുത്ത ബാസ്മതി റൈസ് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ വരുന്ന പോലെ ആക്കണം. സോ വിനീസ് കിച്ചണിൽ ചൈനീസിൻ്റെ മെനു ഉള്ള ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മെനു ആണ് നിങ്ങൾ കാണുന്നത്. കോംബോ മീൽസ് ആയിട്ടാണ് ഇത് പോകുന്നത്. ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് വിത്ത് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു ആൻഡ് 2 വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്ലയൻസിന്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.